ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29-ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇതിപ്പോൾ ഒക്ടോബർ ആയിട്ടുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ദിവസം വൈകി പോയി, ജോലിയും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. പക്ഷേ സെപ്റ്റംബർ 29-നായിരുന്നു ബർത്ത്ഡേ. ഞാനൊരു ബർത്ത്ഡേ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. ഞാനത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, പക്ഷേ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പകുതി വെച്ചിട്ട് എനിക്ക് ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ആവാന്ന് വിചാരിച്ചു. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് വീഡിയോ ഷോർട്ടും ആയിരിക്കും മിക്കവാറും. യൂഷ്വലി എന്റെ ബർത്ത്ഡേക്ക് ഒരു 5-6 പേര്, അങ്ങനെ കുറച്ച് പേരൊക്കെ വെച്ചിട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നു, അങ്ങനെ ഫുഡ് കഴിക്കുന്നു, പിരിയുന്നു, അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ മിക്കവാറും 25th ബർത്ത്ഡേ ആയിരുന്നു. അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. 25th ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് 25 വയസ്സായി 2025. I'm a 2000 ബേബി. അപ്പോ കുറച്ചുകൂടി ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പരിപാടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കുറച്ച് പതിവിലും കുറച്ചുകൂടി വലിയ പരിപാടിയായിരുന്നു. എന്താ ഗിഫ്റ്റ് ഒക്കെ ഫ്രണ്ടിൽ ഇവിടെ ബെഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എൻ്റെ നേരെ മുമ്പിലുള്ള ഇത് തന്നെ തുറക്കാം. ബാക്കിയുള്ളത് ഞാൻ ഒരു ഇത്തിരി നീക്കി വെക്കുവാണേ. ആരൊക്കെയാണ് ഗിഫ്റ്റ്സ് തന്നേ എന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇതിൽ ചിലതൊക്കെ ഞാൻ ഒരു ഇത്തിരിയൊക്കെ അവിടെ നിന്നോടൊന്നൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മുഴുവനായിട്ട് തുറന്ന് അങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ടോപ്പാണ്. എന്താണ് ഇതേക്കുന്നത്? എഡിൻബർഗ്, സ്കോട്ട്ലൻഡ്. നല്ലൊരു ഫോൾ ആണ് വരുന്നത്, യൂസ്ഫുൾ ആവുന്നതാണ്. ഹുഡീസും പിന്നെ ഇതുപോലത്തെ സ്വെറ്റേഴ്സ് അല്ലെങ്കിൽ സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ. അപ്പോൾ ഇങ്ങനെതാ ഒരു സ്വെറ്റ് ഷർട്ട്, വീണ്ടും ഫോളിങ് തന്നെയാണ്. നൈസ്, നല്ല ഭയങ്കര സോഫ്റ്റ് ഇതാണ് കേട്ടോ. ഭയങ്കര ലൈക്ക് ഇങ്ങനെ വൂളൻ പോലെ, എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇടുമ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നൈസ്, താങ്ക് യു. ആരാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല ആരാണ്. അയ്യോ ക്യൂട്ടായിട്ടില്ലേ? പേരിടണം എനിക്ക്. അവിടെ ഇരുന്നു കേട്ടാ. അമ്മയ്ക്ക് കുറച്ച് ബാത്ത് ബോംസ് ആണ്, നമ്മൾ കുളിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്, ടബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ബാത്ത് ബോംസ് ആണ്. അടുത്തതായിട്ട് ക്യാൻഡിലാണ്. നല്ല ലാവൻഡർ, അടിപൊളി. സാറ്റിൻ സ്ലീപ്പ് മാസ്ക്. കത്രിക എടുത്തിട്ട് വരണം ഓപ്പൺ ചെയ്യാനായിട്ട്. ഞാൻ ലേറ്റർ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അടുത്തത് കേക്കിന്റെ ബോഡി ബട്ടർ ആണ് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ബോഡി ബട്ടർ ആണ്. അടുത്തത് ക്യാൻഡി ആണ് കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് പെർഫ്യൂം ആണ് കേട്ടോ, പ്രാഡയുടെ. എനിക്കിപ്പോൾ തന്നെ സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ട് ആക്രാന്തമായിരിക്കുന്നു. ക്യാൻഡി ആണ് കേട്ടോ സ്മെല്ല്. ഈ ഗിഫ്റ്റ് തന്നയാള് ഈ കാര്യത്തിൽ എക്സ്പേർട്ടാണ്, അതുകൊണ്ട് ഇതെന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുവാണ്. തലയിലൊക്കെ സീക്വൻസ് ഇരിക്കുന്നു. അടിപൊളി സ്മെല്ല്, താങ്ക് യു. എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് പോകേണ്ട വന്നു, അതുകൊണ്ട് അവിടെ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്. എന്താ ഇതെടുക്കുവാണ്. ഇതെനിക്കൊരു ഫോൾ ജാക്കറ്റ് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഫോൾ ജാക്കറ്റ് വാങ്ങണം എന്ന് വിചാരിച്ച് കുറെ നാട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എഡ്മണ്ടിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നേരത്തെ എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. താങ്ക് യു. എല്ലാത്തിനകത്തും കാർഡ്സും ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മള് വീട്ടിലിടാനായിട്ട് സ്ലിപ്പേഴ്സ് ആണ്. ആടിപ്പോണിയായിട്ടുണ്ട്. പിന്നെ കാർഡുണ്ട് ആൻഡ് ഒരു ബ്രേസ്ലെറ്റ് ആണ്. താങ്ക് യു. കാർഡ്സ് ഉണ്ട് അഗെയിൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഹിയർ. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വന്ന സാധനമാണ്. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ആണ് എനിക്ക് പിങ്ക് അല്ലെങ്കിൽ റോസ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഇത്രയും നാൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കളറായിരുന്നു പിങ്ക്, റോസ് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡിലുള്ള ഒന്നും ഞാൻ ഇടത്തില്ലായിരുന്നു. ലൈക്ക് ഒന്ന് ഡ്രസ്സുകൾ എനിക്കില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല എനിക്ക്. പക്ഷെ ഇപ്പൊ കുറച്ചിടയ്ക്കല്ല, കുറച്ച് നാളുകളായിട്ടോ, ഒരു വർഷമായി കാണുമായിരിക്കും. എനിക്ക് ഫുള്ള് പിങ്ക്, ഇപ്പൊ ഉള്ള സാധനങ്ങളും പിങ്കാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതും ഇറ്റ്സ് പിങ്ക്.
ക്ലാരൻസിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷെയ്ഡ് ഏതാണെന്ന് നോക്കട്ടെ. റോയൽ പ്ലം ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക് ആണ്. ട്രൈ ചെയ്ത് നോക്കണം. റോയൽ പ്ലം. ഇപ്പൊ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെ മുകളിലേക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ ലേറ്റർ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ ഫ്ലവേഴ്സ് കൂടെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആണത്. ഒരു ഷർട്ടാണ്, ഒരു പേർപ്പിൾ ഷർട്ട്. പേർപ്പിൾ അല്ല, ഇത് ഏത് കളറാണോ, ലാവൻഡർ എന്താണോ ആ ഒരു കളർ ഷർട്ട്. ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കണം. എനിക്ക് ലൈക്ക് ഓവറോൾ ഒരു ലൂസ് ഫിറ്റ് ബാഗി അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക്. ടോപ്പുകളും ഷർട്ട് അങ്ങനെ എല്ലാം എനിക്ക് ഇഷ്ടം. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു. ഇതിനും താങ്ക് യു, അതിനും താങ്ക് യു, എല്ലാത്തിനും താങ്ക് യു ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പോയി ഫ്ലവേഴ്സ് എടുത്തിട്ട് വന്നു കേട്ടോ. 1-2 ദിവസം ആയതുകൊണ്ട് ഇതിന്റെ കുറച്ച് പൂവൊക്കെ അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് വാടി തുടങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ഈച്ച് ആൻഡ് എവറി ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പോയ പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2019 ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വന്ന സമയം തൊട്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൽ കാണിക്കാത്ത ഗിഫ്റ്റ്സ് ഇനിയുണ്ട് കേട്ടോ. കുഞ്ഞേച്ചിയുടെ ഗിഫ്റ്റ്സ് ഞാൻ ഇപ്പോഴും കുഞ്ഞേച്ചിയുടെ അവിടെ തന്നെ വെച്ചേക്കുവാണ്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇടയ്ക്ക് എടുത്തിട്ട് വന്നിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും താങ്ക് യു. വേറൊരു വീഡിയോയിൽ കാണാം.